SFI സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി താജുദ്ദീനാണ് നാദാപുരം ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്നത്. താജുദ്ദീൻ ഇപ്പോൾ എനിക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യമായിട്ടാണ് മത്സരരംഗത്തേക്ക്, സംഘടനാ പ്രവർത്തനം ഉണ്ടെങ്കിൽ പോലും ആദ്യമായിട്ടാണ് ഒരു മത്സരരംഗത്തേക്ക് വരുന്നത്. എന്താണ് പ്രതികരണം? പൊതുപ്രവർത്തന രംഗത്ത് കടന്നു വരുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ്. ആദ്യ പൊതു തിരഞ്ഞെടുപ്പാണ്. വിദ്യാർത്ഥി സംഘടനാ കാലയളവിൽ നേരത്തെ SFI തന്നെ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി കാലിക്കറ്റ് സർവകലാശാലയുടെ സെനറ്റിലും സിൻഡിക്കേറ്റിലും നേരത്തെ ഭാഗമായിട്ടുണ്ട്. പൊതു തിരഞ്ഞെടുപ്പ് ആദ്യമായിട്ടാണ്. അപ്പോൾ വളരെ ചെറിയ പ്രായമാണ്. ഈ ചെറിയ പ്രായത്തിൽ പാർട്ടി തീരുമാനിച്ചതിൻ്റെ ഭാഗമായി അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മത്സരിക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്നതാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ മുന്നണി നേരത്തെ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ആളുകളെ മത്സരിപ്പിച്ച അനുഭവമുള്ള പാർട്ടിയാണ്. അപ്പോൾ അത് ആ ഒരു വിശ്വാസവും കരുത്തും, പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ, നവംബർ 1 പ്രഖ്യാപനവുമെല്ലാം വലിയ നിലയിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് വിജയപരാജയം എന്നതിനപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങാൻ ഇത് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാലയളവാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യം വെച്ച് നോക്കും. നാദാപുരം ഡിവിഷൻ പോലത്തെ ഒരു ഡിവിഷനാണ്. അത്യാവശ്യം നല്ല മത്സരം അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉണ്ട്. മത്സരം നല്ല ശക്തമായ മത്സരമായി തന്നെ നടക്കും എന്നുള്ളതാണ് ഈ പറഞ്ഞൊരു പശ്ചാത്തലം. അത് തന്നെയാണ് നമ്മളൊരു ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ഏത് സിറ്റിംഗ് സീറ്റ് എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് ഏത് രാഷ്ട്രീയം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രഖ്യാപനങ്ങൾ ഇതിനിടയിലുണ്ടായി. തീർച്ചയായും ആ നിലയിൽ ആ പ്രഖ്യാപനത്തോട് ചേർന്ന് നിൽക്കാൻ കേരളത്തിൽ ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ ജനങ്ങൾ തയ്യാറാകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ ഈ നിലയിൽ വിജയിച്ചു വരാൻ കഴിയും. ഈ അരിവാൾ ചുറ്റുക നക്ഷത്രത്തെയും എൻ്റെ സ്ഥാനാർത്ഥിത്വവും നാദാപുരത്ത് ജനാധിപത്യ വിശ്വാസികൾ, മതനിരപേക്ഷ ബോധ്യം ഉയർത്തിപ്പിടിക്കുന്ന ഡിവിഷനിലെ ആളുകൾ ഉയർത്തിപ്പിടിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. എന്തൊക്കെ വിഷയങ്ങൾ ഇതിനകം തന്നെ നാദാപുരം ഡിവിഷൻ ഇന്നലെ മുതൽ ചർച്ചയായ പേരാണ്. അപ്പം എന്തൊക്കെ വിഷയങ്ങൾ നാദാപുരം ഡിവിഷനിൽ ചർച്ചയാകും? നാദാപുരത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാദാപുരത്ത് വലിയൊരു പഞ്ചായത്താണ്. നാദാപുരത്തിൻ്റെ ഡിവിഷൻ എന്ന് പറയുമ്പോൾ നാദാപുരം പഞ്ചായത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നാദാപുരം പഞ്ചായത്ത് പാഴായിപ്പോയ 40 വർഷങ്ങൾ എന്ന മുദ്രാവാക്യം ഉയർത്തി വലിയ ക്യാമ്പയിനാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ പഞ്ചായത്ത് ജാഥയെല്ലാം നടത്തി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ നാദാപുരം പഞ്ചായത്ത് ഉൾപ്പെടുന്ന നാദാപുരം ഡിവിഷനിലെ ഈ പഞ്ചായത്തുകളിൽ വലിയ വികസന മുരടിപ്പാണ്. കേന്ദ്ര സർക്കാരോ കേരള ഗവൺമെൻറ് നടപ്പിലാക്കിയ, കേരളത്തിൽ ഈ പറഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ തനത് പ്രവർത്തനങ്ങളൊന്നും അവകാശപ്പെടാനില്ലാത്ത പഞ്ചായത്തുകളായി ഇത്തരം പഞ്ചായത്തുകൾ മാറുന്നുണ്ട്. അപ്പോൾ അതിനൊരു മാറ്റം കൊണ്ടുവരാൻ ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ തനത് പദ്ധതി നടപ്പിലാക്കുന്നതിനും വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നുള്ളതിൽ അവിടെയുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ, അതുപോലെ തന്നെ ഒരു മലയോര മേഖലയും എല്ലാം ചേർന്ന് നിൽക്കുന്ന മണ്ഡലമാണ് നാദാപുരം മണ്ഡലത്തിലും ഡിവിഷനും എല്ലാം പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ ആ മേഖലയിലെ അഭിവൃദ്ധിക്ക് വേണ്ടി, അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ ഇതെല്ലാം കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്ന ഒരു പ്രവർത്തനം അവിടെ കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ളതാണ്. ആ പ്രതീക്ഷയാണ് പാർട്ടി തീരുമാനിച്ചതിൽ, സ്ഥാനാർത്ഥിത്വം തീരുമാനിച്ചതിൽ എന്ന് വിശ്വസിക്കുകയാണ്. നാളെ മുതൽ പ്രചാരണ രംഗത്തുണ്ടാവും. തീർച്ചയായും നാളെ മുതൽ. ഇന്നാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം പാർട്ടി കമ്മിറ്റികളൊക്കെ അംഗീകരിച്ച് റിപ്പോർട്ട് ചെയ്തു. പൊതുവിൽ അവിടെ നാദാപുരം ഡിവിഷൻ കമ്മിറ്റിയും പാർട്ടി കമ്മിറ്റിയും എല്ലാം അംഗീകരിച്ച് കഴിഞ്ഞു. ഇത് ഒരു ഔദ്യോഗിക പ്രഖ്യാപനമായി മാറി. നാളെ മുതൽ അതിൻ്റെ മറ്റ് പ്രചരണ പ്രവർത്തനങ്ങളും തെരഞ്ഞെടുപ്പ് ചൂടിലേക്കും തീർച്ചയായും മാറും. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ സഖാക്കളെല്ലാം വലിയ ആവേശത്തിലാണ്. അവരെല്ലാം സഹായിക്കുന്നതിന് വേണ്ടി മണ്ഡലത്തിലേക്ക് എത്തിച്ചേരാം, ഡിവിഷനിലേക്ക് എത്തിച്ചേരാം എന്നുള്ളതാണ് ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. തീർച്ചയായും വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് പി താജുദ്ദീൻ ഉള്ളത്. അനൂപിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്.